അപ്പോൾ ഇതാണ് നമ്മുടെ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. കാണാൻ വേണ്ടിയിട്ട് വേണ്ട നടക്കുന്നോ അടിയിൽ കടല്. അപ്പോൾ ഇതാണ് നമ്മുടെ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ്. പലർക്കും ഇത് ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ടുണ്ട്. ശരിക്കും ഓപ്പൺ ആണ് കേട്ടോ. പക്ഷേ പണികളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പം ഇവിടെ വരുന്ന അങ്ങനെ എക്സ്ട്രാ ചാർജസ് ആയിട്ടൊന്നും വരുന്നില്ല. നമ്മൾ വരുന്ന നമ്മുടെ ആ ബോട്ടിൽ കയറി വരുന്ന 75 രൂപയും പിന്നെ നമ്മൾ വിവേകാനന്ദ പാർക്ക് എടുത്തുമ്പോൾ ഒരു 30 രൂപ എക്സ്ട്രാ കൊടുക്കണം. കടലാണോ ഇതൊക്കെ? പാമാരൻ്റെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ കാണുമ്പോൾ ശരിക്കും കുറച്ച് പേടിയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ താഴോട്ട് കാണുമ്പോൾ കുറച്ച് പേടിയാണ്. ആരൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ക്യാമറ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു പേടിയാവും കേട്ടോ. സംഭവം ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പണാണ്. പക്ഷേ കുറച്ചും കൂടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ വരുന്നവരെ ശ്രദ്ധിച്ച് വരിക. എന്തോ ആർച്ചിൻ്റെ എന്തോ വർക്കൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളടുത്ത് തിരുവള്ളൂർ സ്റ്റാച്യൂൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും മൊബൈൽ യൂസ് ചെയ്യാൻ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റത്തില്ല. ഓരോരോ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ തിരുവള്ളൂർ സ്റ്റാച്യൂൻ്റെ അവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുവാണ്. തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഇതാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ കയറണം അപ്പുറ സൈഡ് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കിടില എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ശരിക്കും ഞങ്ങൾ വന്നത് മാർച്ച് 13 അന്ന് അവധി ദിവസമുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ചിലപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ്. അപ്പോൾ അതിപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ബീച്ചിൻ്റെ കന്യാകുമാരി ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെയൊക്കെ ഈ ഫ്രെയിമിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ്. പല രീതിയിലുള്ള ലൈറ്റുകളെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതോടെ കാണാൻ നല്ല ഫോട്ടോ നല്ല കിടിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ പിന്നെ ലാസ്റ്റ് പോയി സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചൊന്നുകൂടെ ബീച്ചിൽ വന്നു. പിള്ളേർക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ് ബീച്ചിലോട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല മനോഹരമായ കാഴ്ച. ലൈറ്റൊക്കെ ഇട്ട് പക്ഷേ മൊബൈലിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നേരി കാണുമ്പം നല്ല ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ.